ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ഹണിബി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് സ്നാക്സിനായിട്ട് പൊട്ടോട്ടോ ബ്രെഡ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ 4 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് മുറിഞ്ഞു പോകാതെ വേണം എടുക്കാൻ. നമുക്ക് ഓരോ പീസായിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 4 പീസ് ഒന്നിച്ച് വെച്ച് ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ 4 പീസ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കണേ. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി മുളക് പൊടി, കാശ്മീർ മുളക് പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എഗ്ഗ് 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഞാൻ 2 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രെഡിന് ആവശ്യത്തിനുള്ള എഗ്ഗ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഈ 2 എഗ്ഗ് മതി. അപ്പോൾ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കടലമാവിൽ, ലൈറ്റായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മിക്സാക്കിയ ശേഷം മാറ്റി വയ്ക്കാം. നല്ലോണം മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു പൊട്ടോട്ടോയും കൂടെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് കഴുകിയിട്ട് ഇതുപോലെ കട്ടറിൽ വെച്ച് നമുക്കൊന്ന് ചീകിയെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്, ഈവനിങ് സ്നാക്സ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. നല്ല ക്രഞ്ചി ആയിട്ട് യമ്മി ടേസ്റ്റായിട്ടുണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ ഇതങ്ങനെ ചീകി മാറ്റിയിട്ടുണ്ട്. നമുക്കിത് മാറ്റിയ ശേഷം ബ്രെഡ് ഇതിൽ മുക്കി കൊടുത്തിട്ട് നമുക്കതിലും കൂടെ മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ മിക്സാക്കിയിട്ട് അതിൻ്റെ പുറത്ത് നമുക്കിത് പൊട്ടോട്ടം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഞാൻ 4 പീസ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പത്ത് ഫാൻ വെച്ച് ഗോൾഡ് വിന്നർ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് ചൂടായത് നമുക്ക് ഈ പീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഈ 2 പീസ് വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൊരിച്ച് എടുത്ത് മാറ്റാം. ചെറു തീയിൽ വേണം ഇത് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആയിട്ടുണ്ട്, ഇത് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബ്രെഡ് റോസ്റ്റിന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് 6 പീസും കൂടെ ഉണ്ട്, അതും കൂടെ ഇട്ട് നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് മൊരിച്ചെടുക്കാം കേട്ടോ. ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെയല്ല, ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.